മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി വലിയ പരിക്കുകളില്ലാതെ തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും 6500-ന്റെ പരിസരം അവിടെ നിന്നും വലിയ മാറ്റങ്ങളില്ലാതെ തന്നെ തുടരുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും നിർണായകമായ ഘടകം വിപണിയെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം കഴിഞ്ഞ ആഴ്ച വന്ന ചില ഡാറ്റകൾ അത് അനുകൂലമായിരുന്നു. പ്രത്യേകിച്ചും വ്യാവസായിക ഉൽപ്പാദന സൂചിക, അതുപോലെ തന്നെ നാണ്യപ്പെരുപ്പത്തിൻ്റെ കണക്കുകൾ, ഇതെല്ലാം പൊതുവെ വിപണിക്ക് അനുകൂലമാണ്. വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ് ജിക്കിറ്റി CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, മാർക്കറ്റിൽ ഈ വന്ന വ്യാവസായിക ഉൽപ്പാദന സൂചിക, ഒപ്പം നമ്മുടെ നാണ്യപ്പെരുപ്പത്തിൻ്റെ കണക്കുകൾ, ഇതെല്ലാം നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റുമായിട്ട് പോലെ തന്നെ എല്ലാം പെട്ടെന്ന് ഒരു സഡൻലി ഒരു ബ്രൈറ്റൻ അപ്പ് ആകുന്ന പോലെ വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഈ രീതിയിൽ തന്നെ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ഫണ്ടിൻ്റെ വരവ് ഉണ്ട്. അത് തുടരാനുള്ള സാധ്യത തന്നെയാണോ കാണുന്നത്? ഒപ്പം തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എവിടം വരെ ആയിരിക്കും നിഫ്റ്റിയുടെ ലെവലുകൾ? ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം മാർക്കറ്റിൽ ഈ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഒരു മോഡി എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. NDA പവറിൽ വരും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഹ്യൂജ് FIയുടെ ഫ്ലോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ലാസ്റ്റ് വീക്ക് വളരെ ഷാർപ്പായുള്ള ബൈയിങ് ഇൻട്രസ്റ്റ്, സെലക്റ്റീവ് ബൈയിങ് ആണ്. അത് എസ്പെഷ്യലി ആദ്യം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലായിരുന്നു, ദെൻ അത് പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് മൂവ് ചെയ്തു. അതേസമയം IT, ഫാർമ സെക്ടറിലൊക്കെ തന്നെ കറക്ഷൻ നേരിടുന്നു. ഒരു സെലക്റ്റീവ് ബൈയിങ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഈ റാലി കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ടെക്നിക്കലി മാർക്കറ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. മാർക്കറ്റ് ഒന്ന് ന്യൂസ് ഡ്രിവൺ ആണ്, രണ്ട് ലിക്വിഡിറ്റി ഡ്രിവൺ ആണ്. ഈ രണ്ട് ന്യൂസ് നിലനിൽക്കുന്നു. അപ്പോൾ 6680 എന്ന് പറയുന്നതാണ് അടുത്തൊരു ക്രൂഷ്യൽ ലെവൽ. എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ മൂവ്മെൻറ്റിലുപരി മാർക്കറ്റ് ഇങ്ങനെയുള്ള ന്യൂസുകളാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടു, ഒരു പുൾ ബാക്കും നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു കാരണവശാലും ഇപ്പോഴത്തെ രീതിയിൽ ഒരു എക്സ്പോഷർ എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെയാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്ന് ഉദ്ദേശിക്കുന്ന നിക്ഷേപകരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു ഒന്നുകൂടി പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഫാർമ IT സെക്ടർ അടുത്തൊരു കറക്ഷനോടുകൂടി ഈ രണ്ട് സെക്ടറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ട് ക്രീമി ലെയറിലുള്ള അല്ലെങ്കിൽ വളരെ സുപ്രധാനമായ രണ്ട് ഓഹരികൾ, സെൻസെക്സിലും നിഫ്റ്റിയിലുമുള്ള രണ്ട് ഓഹരികൾ, പ്രത്യേകിച്ചും ഇൻഫോസിസിൻ്റെ ഗൈഡൻസ് അവർ പെട്ടെന്ന് മാനേജ്മെൻറ്റ് കുറയ്ക്കുകയും അതിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഈ ദിവസങ്ങളിലെല്ലാം ഒരല്പം താഴേക്ക് പോവുകയും ചെയ്യുന്നത് കണ്ടു. ഇൻഫോസിസ് ഉടനെ വലിയൊരു മുന്നേറ്റം ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല, കാരണം ഗൈഡൻസ് താഴ്ത്തിയതുകൊണ്ട്. വാല്യുവേഷൻ കൂടുതലായിരുന്നു എന്ന് ഭുവനേന്ദ്രൻ പറഞ്ഞിരുന്നത്, മാർക്കറ്റ് വാച്ചിൽ പറഞ്ഞിരുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. ഒപ്പം ഈ കമ്പനിയുടെ പെർഫോമൻസിൽ കഴിഞ്ഞ 2 വർഷമായുള്ള പ്രകടനത്തിൽ താൻ അത്ര തൃപ്തനല്ല എന്ന് നാരായണമൂർത്തി കമൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതും ഒരു നെഗറ്റീവായിട്ട് വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു കമ്പനി സൺഫാർമ, നമ്മളെപ്പോഴും പറയാറുള്ള വളരെ മികച്ച കമ്പനിയാണ് സൺഫാർമ. പക്ഷേ ഫസ്റ്റ് ടൈം അതിൻ്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് അമേരിക്കൻ ഫെഡറൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ കാർക്കാഡിയ പ്ലാന്റ്, ഗുജറാത്തിലുള്ള കാർക്കാഡിയ പ്ലാന്റിൽ നിന്നുള്ള നിർമ്മിക്കുന്ന മരുന്നുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ട് ബാൻ പ്രഖ്യാപിച്ചു. അതേ ദിവസം തന്നെ സൺഫാർമയുടെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള കെരാക്കോ എന്ന് പറയുന്ന കമ്പനി ഷീസോഫെർണിയയ്ക്കുള്ള മരുന്ന് അതിന് US FDA തന്നെ അംഗീകാരം നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു മിക്സഡ് ബാഗ് ആയിട്ടാണ് സൺഫാർമയുടെ കാര്യത്തിൽ സംഭവിച്ചത്. പക്ഷേ ഓഹരി കാര്യമായിട്ട് ഇടുകയും ചെയ്തു. അപ്പോൾ സൺഫാർമയുടെ കാര്യത്തിൽ ഇപ്പോൾ താഴെ വന്നിട്ടുണ്ട്, അല്പം താഴെ വന്നിട്ടുണ്ട്. ഇനിയും അല്പം കൂടി വെയിറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതാണോ നല്ലത്? ഇൻഫോസിസിൻ്റെ കാര്യത്തിലും ഇനിയും അല്പം കൂടി ഈ ലെവലുകൾ ഓക്കെയാണോ? ഇൻഫോസിസിൻ്റെ കാര്യത്തിൽ ഗൈഡൻസ് മോശമാകും. നോർമലി എപ്പോഴും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വരുമ്പോഴും ഇൻഫോസിസ് വാർണിംഗ് കൊടുക്കാറുണ്ട്. അതെന്താണ് എന്നറിയില്ല. പക്ഷെ എന്തായാലും ആ വാർണിംഗ് മാർക്കറ്റ് വളരെ നെഗറ്റീവായി കണ്ടു. വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ കറക്ഷൻ കണ്ടു. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു ഫെയർ വാല്യൂ എന്ന് പറയുന്നത് ബിലോ 3200 ആണ്. അപ്പോൾ 3200 ബിലോ പോകുന്തോറും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചാൽ തന്നെ 2800 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ 3200 ലെവലിലേക്ക് വരുന്തോറും ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്ത് പോവുക, 2-3 സ്റ്റേജായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. സൺഫാർമയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ രീതിയിൽ ചെറിയ നെഗറ്റീവ് നിലനിൽക്കുന്നു. ഒരു കറണ്ട് ലെവലിൽ നിന്ന് ഒരു 5% കൂടി കറക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അടുത്ത കറക്ഷനോടുകൂടി സൺഫാർമയിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. ഈ രണ്ട് സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്, മാനേജ്മെൻറ്റ് വളരെ ക്ലാരിറ്റിയുള്ള മാനേജ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ കറക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു മൈനർ കറക്ഷൻ കൂടി വരാൻ സാധ്യതയുണ്ട്. ആ കറക്ഷന് ശേഷം ഈ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്.
മറ്റൊരു കമ്പനി ടാറ്റ മോട്ടോഴ്സ്, താങ്കളുടെ എക്കാലത്തെയും ഫേവറേറ്റ് സ്റ്റോക്ക്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ സെയിൽസ് പതിവ് പോലെ ഫെബ്രുവരി സെയിൽസ് ഫിഗേഴ്സ് പുറത്തു വന്നു, വളരെ മികച്ചതാണ്. ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിനൊപ്പം മറ്റൊരു വാഹന കമ്പനിയുമായി കമ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും മാരുതി മറ്റേ ഗുജറാത്തിലെ അവരുടെ പ്ലാന്റ് സുസുക്കിയാണ് അതിൻ്റെ ഓണർഷിപ്പ് നടക്കുന്നതെന്നും ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് മാത്രമേ ഇന്ത്യയിലെ മാരുതി ചെയ്യുന്നുള്ളൂ എന്നുള്ള തരത്തിലുമാണ് നേരത്തെ ഇത് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിക്ഷേപകരെല്ലാം അതിനെതിരെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ഉന്നയിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് അവർ സെബിക്ക് നൽകിയ കടലാസിൽ നിലപാടിൽ ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അങ്ങനെയില്ല, ഇതല്ല അന്തിമമായ തീരുമാനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാചകം അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഗുജറാത്ത് പ്ലാന്റ് സുസുക്കി അല്ല വരുന്നതെങ്കിൽ തങ്ങൾക്കതിൽ ലാഭം കിട്ടില്ല എന്നുള്ള തരത്തിൽ ഒരു വാചകവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് ഓഹരികൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ക്ലാരിറ്റി ഏതിനാണ് കൂടുതൽ, ഏതാണ് നല്ലത്? ക്ലാരിറ്റി ഇതിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ വീക്കാണ്. ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ശക്തി കൊണ്ടാണ് ഇപ്പോഴും ഈ ടാറ്റ മോട്ടോഴ്സ് നിലനിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അറ്റൻഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് അറ്റൻഷൻ പോകേണ്ടത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ സ്ട്രോങ് പ്രസൻസ് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട്. മാരുതിയെ സംബന്ധിച്ച് ഇപ്പോൾ ആ ഒരു ന്യൂസിന് ശേഷം അതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടു. പക്ഷേ വീണ്ടും സ്റ്റോക്ക് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഒരു വാല്യൂ ബൈയിങ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇപ്പോഴത്തെ വാല്യൂഷൻ ഫെയർ അല്ല. ഒരു ബിലോ 1500 ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കറണ്ട് വാല്യൂ ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും മാരുതി ആണെങ്കിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂലും കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുന്നതാണ് നല്ലത്. ഒരു കറക്ഷനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. ആ കറക്ഷന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിരിക്കും നല്ലത്. രണ്ട് സ്റ്റോക്കിലും തന്നെയാണ് അഡ്വൈസബിൾ. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് കുറച്ച് പേരുടെ സംശയങ്ങളിലേക്ക് പോവാം. സമയമാറ്റത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റ് വാച്ച് സംപ്രേഷണം ചെയ്യുന്നത് ശനിയാഴ്ച വൈകിട്ട് 6:30-നാണ്. തിരഞ്ഞെടുപ്പ് പ്രമാണിച്ചുള്ള ഉണ്ടായ മാറ്റങ്ങളാണ്. അദ്ദേഹം പ്രത്യേകിച്ചും ഈ ചോദ്യം സാജു രാജേന്ദ്ര പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ TTK പ്രസ്റ്റീജ്, അദ്ദേഹത്തിന് കുറച്ച് പണം നഷ്ടപ്പെട്ടിരുന്നു. അതിൽ പിന്നീട് അദ്ദേഹം 2890 രൂപയ്ക്ക് അത് വീണ്ടും വാങ്ങിയിരിക്കുന്നു. വാട്ട് ആർ ദി പ്രോസ്പെക്ട്സ് ഓഫ് ദി സ്റ്റോക്ക്? മറ്റൊന്ന് ഹിന്ദുസ്ഥാൻ കോപ്പർ, അതിൻ്റെ പ്രോസ്പെക്ട്സ് ചോദിച്ചിരിക്കുന്നു. പിന്നെ ടാറ്റ സ്റ്റീൽ. ഇതിൽ TTK പ്രസ്റ്റീജ് ലാസ്റ്റ് റിസൾട്ട് മോശമായിരുന്നു, അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഷാർപ്പായുള്ള കറക്ഷൻ സംഭവിച്ചത്. ഇപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസിൽ എക്സൈസ് ഡ്യൂട്ടി 2% കുറയ്ക്കുന്നത് ലോങ് ടേം വ്യൂവിൽ TTK പ്രസ്റ്റീജിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ വാല്യുവേഷൻ ഫെയർ വാല്യൂയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ 2800 ലെവൽ ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 2400, മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെൽ ഓഫ് വരികയാണെങ്കിൽ 2400 വരെ പോകാം. പക്ഷേ ആ ഒരു ലെവൽ ഇദ്ദേഹം വീണ്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് വളരെ നല്ലതാണ്. ലാസ്റ്റ് റിസൾട്ട് മോശമായതുകൊണ്ടാണ് അതിലൊരു ഷാർപ്പ് കറക്ഷൻ നേരിട്ടത്. 3500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ കോപ്പറാണ്. വാല്യുവേഷൻ കുറച്ച് ഹയർ വാല്യൂവിലാണ് ട്രേഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഹിന്ദുസ്ഥാൻ കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അട്രാക്ഷൻ എനിക്ക് തോന്നുന്നത് ഹിൻഡാൽകോ തന്നെയാണ്. ഹിൻഡാൽകോയിൽ ഇപ്പോൾ ഒരു കറക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത കറക്ഷനോട് കൂടി ഹിൻഡാൽകോയിലേക്ക് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഹിൻഡാൽകോ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അടുത്ത കറക്ഷൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം 1 വീക്ക് കൊണ്ട് തന്നെ 25% റിട്ടേൺ ഇൻവെസ്റ്റേഴ്സ് നൽകി കഴിഞ്ഞു. വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ആ സ്റ്റോക്കിൽ അടുത്ത കറക്ഷനോട് കൂടി ഹിൻഡാൽകോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീലും കറക്ഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. 330 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ഈ 330 ലെവൽ എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം 330 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യരുത്, വീണ്ടും ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാം. ദെൻ 310 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവലിനടുത്ത് 310, 315 ലെവലിലേക്ക് വരുമ്പോൾ ആ സ്റ്റോക്കിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. അതല്ല എങ്കിൽ 330 സപ്പോർട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് ലെവൽ എൻട്രി അഡ്വൈസബിൾ ആണ്. ഇതിൽ TTK പ്രസ്റ്റീജ് എനിക്ക് തോന്നുന്ന കറണ്ട് ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ തൽക്കാലം വാല്യുവേഷൻ ഹൈ ആയതുകൊണ്ടൊന്ന് മാറി നിൽക്കുക. ടാറ്റ സ്റ്റീലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് 330 ലെവൽ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിരിക്കും നല്ലത്. ഹിന്ദുസ്ഥാൻ കോപ്പറിന് പകരം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹിൻഡാൽകോയിലേക്ക് എക്സ്പോഷർ കൂട്ടുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ മാത്യു, അദ്ദേഹം UK നിന്നാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സ്ഥിരമായിട്ട് ഓൺലൈനിൽ പരിപാടി കാണാറുണ്ടെന്ന് പറയുന്നു. ഷുഗർ സ്റ്റോക്സിനെ കുറിച്ചാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള നിക്ഷേപകനാണ് ഈ പ്രത്യേകിച്ചും ഷുഗർ സ്റ്റോക്സിൽ. ഇതിന് ഒരു റീബൗണ്ട് എന്നാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സൈക്ലിക്കൽ സ്വഭാവമുള്ള സ്റ്റോക്കുകളാണ് ഷുഗർ. അതിൽ തന്നെ അദ്ദേഹം ബജാജ് ഹിന്ദുസ്ഥാനാണ് ഫേവർ ചെയ്യുന്നത്.
മറ്റൊരു സ്റ്റോക്ക് IDBI ബാങ്ക്. 52 ആഴ്ചയിലെ ലോ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണോ എന്നാണ്. രണ്ട് സ്റ്റോക്കിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല കറണ്ട് ലെവൽ എന്നാണ് പറയുന്നത്. ബജാജ് ഹിന്ദുസ്ഥാൻ ഇപ്പോൾ ഷുഗർ ഷോർട്ടേജിന്റെ റേറ്റ് ഹൈക്ക് ഒക്കെ വരാം, പക്ഷെ ഇതൊക്കെ തന്നെ ഇതിന് വലിയൊരു പ്രോഫിറ്റബിലിറ്റിക്ക് വരാനുള്ള സാധ്യത കുറവാണ്. സൈക്ലിക്കലും ഒരു ഗ്രൂപ്പ് ഓപ്പറേഷൻ, രാജ്യത്തെ വിലക്കയറ്റം, ഇതുമായിട്ടെല്ലാം വലിയൊരു കോക്കസ് ഉണ്ട്. ഇതൊക്കെയുണ്ട്. അപ്പൊ ആ സ്റ്റോക്കിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. മതിരിക്കുമോ എന്ന് നോക്കാൻ നടക്കുന്നത്, സ്പെക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ അതുപോലെ IDBI എന്ന് പറയുന്നതും ഈ എല്ലാ സ്റ്റോക്കുകളും റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. IDBI മാത്രം കഴിഞ്ഞ എനിക്കൊന്ന് 20 years ആയിട്ട് ഈ സ്റ്റോക്ക് ഒരു റിട്ടേൺ പോലെ തന്നെയാണ്. അപ്പോൾ തൽക്കാലം IDBIയിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് ഒരു റിസ്ക് എടുത്ത ആ സ്റ്റോക്കിൽ ഇപ്പോൾ ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണവശാലും IDBIയിൽ അഡ്വൈസബിൾ അല്ല. കഷ്ടപ്പെട്ട IDBI വാങ്ങാതെ എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ആ സ്റ്റോക്കിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ രണ്ട് സ്റ്റോക്കിൽ ഒരിക്കലും ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. എത്രയോ നല്ല സ്റ്റോക്കുകൾ ഫാർമയാണെങ്കിലും അതുപോലെ തന്നെ IT സെക്ടറിലൊക്കെ തന്നെ. IT ഇൻഫോസിസിൽ കറക്ഷൻ നേരിട്ടു. അതേ സമയത്ത് തന്നെ നമുക്ക് മൈൻഡ്രി എടുത്താലും HCL ടെക് എടുത്താലും ടെക് മഹീന്ദ്ര ഒക്കെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് നമ്മുടെ എക്സ്പോഷർ മൂവ് ചെയ്യുന്നതായിരിക്കും. ഇത്തിരി കരുത്താർജിച്ചതും IT സ്റ്റോക്കുകളിൽ ഒരു ഇടിവിന് കാരണമായി. അപ്പോൾ ഫാർമയിലും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഈ രണ്ട് സെക്ടർ ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത. അതുകൊണ്ട് എപ്പോഴും 30 to 40% വെയിറ്റേജ് ഈ രണ്ട് സെക്ടറിന് കൊടുക്കുന്നത് അടുത്തൊരു ഇലക്ഷൻ വരെയെങ്കിലും റിസൾട്ട് വരുന്നവരെ അത് നല്ല സ്ട്രാറ്റജി ആയിരിക്കുമെന്നാണ് എനിക്ക് ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഗഫൂർ അദ്ദേഹത്തിന്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഗഫൂർ പറയുന്നത് ജെറ്റ് എയർവേസ് 290 രൂപ ഒരു ഓപ്പൺ ഓഫറിന് സാധ്യതയുണ്ടെന്നാണ്. സാധ്യത വളരെ കുറവാണ്. ഡിഷ് ടി വി ആളുകളെ കുറച്ച് നാളായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പല മാധ്യമങ്ങളിലും ഡിഷ് ടി വി റെക്കമെൻഡേഷൻസ് വരുന്നു. അത് 55 വരെയൊക്കെ പോകും, പിന്നെ 41 വരെ ഇറങ്ങും, 42 വരെയൊക്കെ ഇറങ്ങും. അങ്ങനെ ട്രേഡിംഗ് സ്റ്റോക്ക് സനൽ ഓർമ്മയുണ്ടാവും. 46, 42 നമ്മൾ രണ്ട് സപ്പോർട്ട് ലെവൽ പറഞ്ഞു. ഈ രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയവരെ സംബന്ധിച്ച് നല്ല പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റി. കാരണം 52 നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു, 50, 51 ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. അപ്പോൾ വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഡിഷ് ടി വിയെ സംബന്ധിച്ച് ഒരു ട്രേഡിംഗ് സ്റ്റോക്കാണ്. വോൾട്ടിലിറ്റി വളരെ കൂടുതലാണ്. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം ഒരു 1 കോടിക്ക് മുകളിൽ ടേൺ ഓവർ വന്നിട്ടുണ്ട്. ഭയങ്കര ട്രേഡിംഗ്, മാത്രമല്ല സർക്കാരിന്റെ തീരുമാനങ്ങൾ പലതും അവർക്ക് അനുകൂലമായി വരികയും ചെയ്തു. അപ്പോൾ അടുത്ത കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു ഓപ്പറേറ്റർ ബിൽഡപ്പ് ഉള്ള ഒരു സ്റ്റോക്ക് ആയിട്ടാണ്. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഫോൾ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക, അതിന് ആ റിലീഫ് റാലി പലപ്പോഴും സംഭവിക്കും. അങ്ങനെ എക്സിറ്റ് എന്ത് പറയുന്നത്? കാരണം ഇത് 51 രൂപയ്ക്കാണ് ഗഫൂർ വാങ്ങിയിരിക്കുന്നത്. 50 രൂപയിൽ താഴെ ഒരു ഐഡിയൽ നിക്ഷേപമായിട്ടാണോ പരിഗണിക്കേണ്ടത്? ഞാൻ എപ്പോഴും 46 അഗൈൻ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയും. 46 and 42 ഒരിക്കലും വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. 50 മുകളിൽ സ്റ്റോക്ക് വേണ്ട. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞത് തൽക്കാലം ഫോർ ടൈം ബീങ് 50 above കുറച്ച് വാല്യൂഷൻ ഹൈ ആണ്. വ്യാഴാഴ്ച ദിവസവും മറ്റോ ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട്. 50 രൂപയ്ക്ക് താഴെ അപ്പോൾ അല്ല 46 വന്നാൽ ഫെയർ വാല്യൂ ആണ്. ദെൻ 42 രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. റിലീഫ് റാലി വരുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറും. ഇപ്പോഴത്തെ രീതിയിൽ പരിസരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ, ഇപ്പോഴത്തെ രീതിയിൽ ഒരു 52 ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്താൽ മാർക്കറ്റിൽ ആ മൊമെന്റം വളരെ പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു 57 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഇതൊരു ഓപ്പറേറ്റർ ഡ്രിവൺ ആണ് ഈ സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കോഷ്യസ് അപ്രോച്ച് ഇൻവെസ്റ്റേഴ്സ് എടുക്കണം. കാരണം റൈഡ് വരികയാണെങ്കിൽ ചിലപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള റൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 46, 42 എന്ന് പറയുന്ന ഡൗൺ സൈഡ് സപ്പോർട്ടും 52 ഒരു മൈനർ റെസിസ്റ്റൻസും അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 57 വരെ പോകാനുള്ള സ്ട്രെങ്ത് ഡിഷ് ടി വിയെ സംബന്ധിച്ചുണ്ട്. ദെൻ ജെറ്റ് എയർവേസ് 220, 190 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഓപ്പൺ ഓഫറിനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. 262 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂയിൽ എനിക്ക് തോന്നുന്നു ജെറ്റ് എയർവേസ് ഹോൾഡ് ചെയ്യുന്നവർ അത് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. പലപ്പോഴും മാർക്കറ്റിൽ മൊമെന്റം പോസിറ്റീവ് ആകുമ്പോൾ ഈ സ്റ്റോക്കിലും ഒരു റൈഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് കൂടെ ഉണ്ട്. ഹിൻഡാൽകോയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിനോലെക്സ് കേബിൾസ്. ഹിൻഡാൽകോ ബൈങ് ലെവൽ എന്ന് പറയുന്നത് 110 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 102 ഈ രണ്ട് ലെവൽ ഈ സ്റ്റോക്കിൽ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ ഫിനോലെക്സ് കേബിൾ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്, പക്ഷേ ഇപ്പോഴത്തെ വാല്യൂഷൻ കുറച്ച് ഹയർ വാല്യൂലാണ്. ഈ സ്റ്റോക്കും കറന്റ് ലെവൽ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 90 ആണ്. 90 നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് വോളിയത്തോടു കൂടി 90 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫോൾ സംഭവിക്കും. 80 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണാണ്. അതൊരു വാല്യൂ ബൈയിങ് ലെവൽ തന്നെ. 80, 82 ലെവലിലേക്ക് ഫിനോലെക്സ് കേബിൾ വരികയാണെങ്കിൽ ആ ഒരു സ്ട്രോങ് ബൈയിങ് ലെവലാണ്. ഫണ്ടമെന്റലി സൗണ്ടാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 25-30% റിട്ടേൺ നൽകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 112 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ
ജെറ്റ് എയർവേസ്, ഡിഷ് ടി വി, ഹിൻഡാൽകോ, ഫിനോലെക്സ് കേബിൾ ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് എല്ലാം തന്നെ നല്ലതാണ്. ഇതിൽ കുറച്ച് റിസ്ക് നിലനിൽക്കുന്നത് ജെറ്റ് എയർവേസ് ആണ്. പക്ഷേ ഇതിന്റെ വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളത് ജെറ്റ് എയർവേസിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ്. വളരെ ഷാർപ്പായിട്ട് ഫോൾ സംഭവിക്കുമ്പോൾ ജെറ്റ് എയർവേസിൽ എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്ത് മാറി നമ്മളുടെ ഹയർ വാല്യൂവിൽ മേടിച്ച സ്റ്റോക്കിന്റെ ആവറേജ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ജെറ്റ് എയർവേസിൽ നല്ലത്. ബാക്കി സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. IT ഓഹരികൾ, പ്രത്യേകിച്ചും നേരത്തെ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് തുടങ്ങി വെച്ചിരുന്നു, പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇൻഫോസിസിൽ ഒരു തകർച്ച കണ്ടു, റുപ്പി സ്ട്രെങ്ത് എടുക്കുന്നു. അപ്പോൾ മറ്റ് ചില ഓഹരികൾ, പ്രത്യേകിച്ചും കുറച്ച് വലിയ രീതിയിൽ റാലി വന്നു കഴിഞ്ഞിരിക്കുന്ന ഓഹരികളുണ്ട്. ടെക് മഹീന്ദ്ര, താങ്കൾ സൂചിപ്പിക്കാറുള്ള മൈൻട്രി, HCL ടെക്, ഇവയിൽ ഇപ്പോൾ ഒരു പിക്ക് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു പിക്ക്, ഒരു പക്ഷേ ഒരു കറക്ഷൻ കൂടി ലഭിച്ചാൽ ഏറ്റവും നല്ല പിക്ക് ഏതാണ്? TCS പോലെയുള്ള ഓഹരികൾ തന്നെ പോകണമോ, അതോ അടുത്ത ഒരു മേജർ പ്ലെയർ ആയിട്ട് മാറും, ഒരു ഡാർക്ക് ഹോഴ്സ് ആയിട്ട് മാറും എന്ന് കരുതുന്ന ടെക് മഹീന്ദ്ര ആയിരിക്കും? ടെക് മഹീന്ദ്ര അഡ്വൈസബിൾ ആണ്. TCSന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചാലും റിലീഫ് റാലി അതിലും ശക്തമായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഒരു ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ നമ്മൾ TCSനെ കാണുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റോക്കിലും എക്സ്പോഷർ അഡ്വൈസബിൾ ആണ്. 2000 ലെവലിലേക്ക് വരികയാണെങ്കിൽ ബിലോ എനിക്ക് തോന്നുന്നു 2400 ഉള്ള സമയത്ത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്താണിത്. ഇപ്പോൾ 2000 ബിലോയിലേക്ക് TCS വരികയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര അടുത്ത കറക്ഷനോട് കൂടി ഈ രണ്ട് സ്റ്റോക്ക് ആയിരിക്കും അഡ്വൈസബിൾ. അതുപോലെ HCL ടെക്കും ഫണ്ടമെന്റലി വളരെ ശക്തമാണ്. പിന്നെ ഇതൊക്കെ സ്ട്രോങ് ഗ്ലോബൽ മാർക്കറ്റ്, കാരണം ഗ്ലോബൽ ക്രൈസിസ് ഒക്കെ മാറി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഓർഡർ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇൻഫോസിസിനെ സംബന്ധിച്ച് എപ്പോഴും അവരൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്ന കമ്പനിയാണ്, നമുക്ക് പലപ്പോഴും അറിയുന്നതാണ്. അപ്പോൾ ഉള്ളത് പച്ചയായി തുറന്നു പറയുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അത് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ നെഗറ്റീവായി സംഭവിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം വളരെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവും സംഭവിക്കുന്നു. എപ്പോഴും തുടക്കം മുതലേ അവരൊരു സുതാര്യത, നാരായണമൂർത്തിയുടെ ഒരു ക്ലീൻ ഇത് ബാലൻസ് ഷീറ്റിന്റെ സത്യസന്ധത എല്ലാം പുലർത്തുന്ന ഒരു കമ്പനിയാണ്. പക്ഷേ ടെക് മഹീന്ദ്ര സമീപകാലത്താണ് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ആ സ്റ്റേബിളിൽ നിന്നുള്ള കമ്പനിയാണ്. പക്ഷേ മഹീന്ദ്രയും അതുപോലെ തന്നെ നല്ല സുതാര്യത പുലർത്തുന്ന കമ്പനിയാണ്. പക്ഷേ ടെക് മഹീന്ദ്ര മൊത്തത്തിൽ നോക്കുമ്പോൾ അതിനൊരു അഗ്രസീവ്നെസ്, ഭയങ്കര ഒരു വാശിയോടും വിഗറോടും കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇൻഫോസിസ് എപ്പോഴും ഈ ഗൈഡൻസ് അല്ലെങ്കിൽ വളരെ ഒരു യാഥാസ്ഥിക മനോഭാവമാണ് പുലർത്തുന്നത്. അപ്പോൾ ടെക് മഹീന്ദ്രയുടെ ഒരു വളരെ അഗ്രസീവാണ്. അത് തന്നെയാണ് അതിന്റെ അടുത്ത ഒരു സ്റ്റോക്കായി മാറാനുള്ള സാധ്യത. IT-യിൽ അക്വിസിഷൻസിൽ വിശ്വസിക്കുന്നു, സത്യം ഏറ്റെടുത്ത് ഇനോർഗാനിക് ഗ്രോത്തിലാണ് കൂടുതലായിട്ട് അവർ വിശ്വസിക്കുന്നത്. ടെക്നോളജീസ് വാങ്ങാൻ ശ്രമിക്കുന്നത് ഒരു പരിധി വരെ അത് നല്ലതാണ്. ഇതുവരെ അവരെടുത്ത മൂവ് ഒക്കെ തന്നെ വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അഗ്രസീവാണ്. അതുകൊണ്ട് മൊമെന്റം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന ടെക് മഹീന്ദ്രയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇൻഫോസിന്റെ ട്രേഡർ പോയിന്റ് ഓഫ് വ്യൂല് ഇൻഫോസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനിയും ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് വരികയാണെങ്കിൽ വാല്യുവേഷൻ ഫെയർ വാല്യൂലേക്ക് വരുമ്പോൾ ഒരു നിക്ഷേപകന്റെ പോയിന്റ് ഓഫ് വ്യൂ. അതെ. അപ്പോൾ ആ ഒരു വ്യൂവിൽ രണ്ട് സ്റ്റോക്കിന്റെ രണ്ട് ആംഗിളിലാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഒടുവിലായി മോഡിയുടെ ബന്ധമുള്ള എന്നാരോപിക്കപ്പെടുന്ന സ്റ്റോക്കുകൾ ഇപ്പോൾ ആ ലിസ്റ്റിലേക്ക് റിലയൻസും കൂടി വന്നിരിക്കുകയാണ്, അഡാനിക്ക് പുറമെ. റിലയൻസ് 2 വീക്സ് ബാക്ക് നമ്മൾ പറഞ്ഞതാണ് വാല്യുവേഷൻ ഡിസ്കൗണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കെജ്രിവാൾ ഇഷ്യൂ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ആണ് അവിടെയാണ് വാല്യൂ ബൈയിങ് എന്ന് പറയുന്നത്. ഇത് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കില്ല. കാരണം ഇപ്പോൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കറിയാം 25% റിട്ടേൺ നൽകി. ഇപ്പോൾ KG ബേസിനിലെ പ്രൊഡക്ഷൻ അതിൻ്റെയൊക്കെ ന്യൂസുകളാണ് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റാലിയിൽ റിലയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഇപ്പോഴും 880 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. വീണ്ടും കറക്ഷൻ സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരുമ്പോൾ കറക്ഷൻ സംഭവിച്ചാൽ ഈ കറക്ഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയും. നമ്മുടെ മുന്നിലേക്ക് അവസരം വരും എന്ന് പറയുന്നത്. ഇൻഫോസിസ് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ നാളായി പേഷ്യൻസോടുകൂടി വാച്ച് ചെയ്ത നിക്ഷേപകരുടെ മുന്നിലേക്ക് IT സ്റ്റോക്കുകൾ ഒരു ബൈങ് ലെവലിലേക്ക് വരുന്നു, ഫാർമ സ്റ്റോക്കുകൾ വരുന്നു. അതുപോലെ തന്നെയാണ് FMCG സെക്ടറിലൊക്കെ തന്നെ എക്സ്പോഷർ എടുക്കാവുന്ന ലെവലിലേക്ക് ഈ സ്റ്റോക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ പേഷ്യൻസോട് കൂടി ആ സ്റ്റോക്ക് മേടിക്കുക എന്നുള്ളതാണ് നല്ലത്. ഇപ്പോൾ റിലയൻസ് ഒരു ഉദാഹരണമാണ്. ഈയിടെ ബാങ്കിംഗ് ഓഹരികളിൽ വലിയ തകർച്ച വന്നു. ICICI ബാങ്ക് 1000 രൂപയ്ക്ക് താഴെ ലെവലുകളിലേക്ക് വന്നു. ഇൻഡസ്ഇൻഡ് ബാങ്ക് താഴെ വന്നു. അവയെല്ലാം 10 ദിവസത്തെ കറക്ഷന് ശേഷം വലിയ രീതിയിൽ മുന്നേറി. ഇപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് കാണുമ്പോൾ ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് മുന്നേറി. ഇത് ഇൻവെസ്റ്റേഴ്സിന്, ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞല്ലോ, ഇത് ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. കാരണം
ഈ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജിയാണ്. കാരണം നമ്മൾ മേടിച്ച സ്റ്റോക്ക് നല്ലതാണെങ്കിൽ അത് വീണ്ടും താഴെ പോകുന്തോറും നമ്മൾ ഹാപ്പി ആകുക എന്നുള്ളതാണ്. കൂടുതൽ സ്റ്റോക്ക് മേടിക്കാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ പാർട്ടായി മാറുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള റാലി ലഭിക്കും. അപ്പോൾ ആ നല്ല സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി അത് റിലീഫ് റാലിയിൽ വളരെ ഷാർപ്പായിട്ട് നമുക്ക് നല്ല റിട്ടേൺ നൽകാനുള്ള സാധ്യതയുണ്ട്. നന്ദി ഭൂമനേന്ദ്രൻ. മാർക്കറ്റ് അടുത്തയാഴ്ച വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് മാറുകയാണ്. ഓഹരി വിപണിയിലും അതിന്റെ പ്രതിഫലനങ്ങൾ, അനുരണനങ്ങൾ കാണാം. എന്തായാലും ഫണ്ടിന്റെ വരവിന് യാതൊരു കുറവുമില്ല. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തമായി തന്നെ ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് സൂചനകൾ. അതൊരുപക്ഷെ ഏത് തരത്തിലുള്ള പണമാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല തർക്കങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ വിപണിയിൽ വലിയ ഒരു തകർച്ച ആരും പ്രതീക്ഷിക്കുന്നില്ല, വലിയ മുന്നേറ്റവും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഏകദേശം ഈ 6500 ലെവലിൽ നിഫ്റ്റി ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് അതിനുശേഷം ഒരുപക്ഷെ കറക്ഷൻ, വലിയ കറക്ഷൻ അല്ല, ഒരു നോർമൽ കറക്ഷൻ സംഭവിച്ച് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും മികച്ച ഓഹരികൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ IT, ഫാർമ ഓഹരികളിൽ കറക്ഷൻ ഒരു ഇടിവ് വരികയാണെങ്കിൽ അത്തരം മികച്ച ഓഹരികൾ അതിൽ പുതിയ നിക്ഷേപം നടത്താമെന്നും കരുതുന്നു. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.